നിങ്ങൾ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ടും മാസാവസാനമാകുമ്പോൾ പോക്കറ്റ് കാലിയാണോ? എങ്കിൽ പണം കയ്യിൽ നിൽക്കാത്തവരുടെ 3 പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ശീലമാണെങ്കിൽ ഉടൻ മാറ്റുക. 1. ഉടൻ വേണം എന്ന ചിന്ത. പണം കിട്ടിയ ഉടനെ അനാവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ തോന്നുക. ഓഫർ തീരും മുൻപ് വാങ്ങണം എന്ന ചിന്തയിൽ വീണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്ന് തന്നെ വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിക്കായി ചെലവാക്കേണ്ട പണമാണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കും. പരിഹാരമായി എന്തെങ്കിലും വാങ്ങാൻ തോന്നുമ്പോൾ ഒരു ദിവസമെങ്കിലും കാത്തിരിക്കുക. പൂർണ്ണമായി ആലോചിക്കുക. 2. ചെലവുകൾ ട്രാക്ക് ചെയ്യാതിരിക്കുക. ചെലവുകൾ കൃത്യമായി എഴുതിവെക്കാത്തതുകൊണ്ട് നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുമുണ്ടാവില്ല. ചെറിയ ചെറിയ ചെലവുകളാണ് പലപ്പോഴും വലിയ സാമ്പത്തിക ചോർച്ചയുണ്ടാക്കുന്നത്. ട്രാക്ക് ചെയ്യാത്ത പണം നിങ്ങളെ സാമ്പത്തികമായി പിന്നോട്ട് വലിക്കും. പരിഹാരമായി ഓരോ രൂപയും എവിടെ ചെലവഴിച്ചു എന്ന് കുറഞ്ഞത് ഒരു മാസത്തേക്കെങ്കിലും എഴുതിവെക്കുക. 3. സേവിംഗ്സിന് അവസാന പരിഗണന നൽകുന്നത്. പലരും ആദ്യം ചെലവുകളെല്ലാം മാറ്റിവെച്ച ശേഷം ബാക്കിയുണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്ന് കരുതുന്നു. നിർഭാഗ്യവശാൽ ബാക്കിയൊന്നും ഉണ്ടാവാറില്ല. പണക്കാരെ പണക്കാരാക്കുന്ന പ്രധാന രഹസ്യം ഇതാണ്. വരുമാനം കിട്ടിയ ഉടൻ ആദ്യം ഒരു നിശ്ചിത തുക നിക്ഷേപത്തിനായി മാറ്റിവെക്കുക. ഇത് നിങ്ങളിൽ ഒരു നിക്ഷേപശീലം വളർത്തും. ഈ 3 ശീലങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ മാറ്റുക. പണത്തെ പിടിച്ചു നിർത്താൻ ഈ ശീലങ്ങൾ അത്യാവശ്യമാണ്. കൂടുതൽ സാമ്പത്തിക വിവരങ്ങൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.